സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമ്മൾ 6 കോഴിമുട്ടയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, മല്ലിപ്പൊടി, കറിവേപ്പില, ഗ്രാമ്പൂ, പട്ട, വറ്റൽമുളക്, തേങ്ങാപ്പാൽ, ഇത്രയാണ് നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത്. ആദ്യം നമുക്ക് കോഴിമുട്ട പുഴുങ്ങാനെടുക്കാം. കഴുകി വൃത്തിയാക്കി 6 കോഴിമുട്ട കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് നമ്മൾ പുഴുങ്ങി എടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുഴുങ്ങിയെടുത്ത മുട്ട തണുത്തതിന് ശേഷം അതിൻ്റെ പൊളിച്ച് 2 കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കണം. 2 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പു, പട്ട, ചെറിയുള്ളി, പച്ചമുളക് ഇത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലിപ്പൊടിയാണ്. അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഇനി കറിക്ക് അല്പം കളർ വേണമെന്നുള്ളവർ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2ാം പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കുക. ഇങ്ങനെ വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ട അല്പം ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർക്കണം. തേങ്ങാപ്പാൽ ആയതുകൊണ്ട് അധികം ഉപ്പ് ചേരില്ല, അത് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. ഇനി കറി നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. കോഴിമുട്ട അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും സ്പൂണിട്ട് നമ്മളത് ഇളക്കാൻ പാടില്ല. പാൻ അതുപോലെ ഒന്നായി എടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരക പൊടി കൂടി നമുക്ക് ആഡ് ചെയ്യണം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ പെരിഞ്ജീരകപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ കറി നല്ലോണം തിളച്ച് ചാറ് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1ാം പാൽ ചേർക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം കറി ഒട്ടും തിളയ്ക്കാതെ തിളയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്ത് കടുക് താളിച്ചിടുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് നോക്കാം, ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കടുക് താളിക്കാം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം മാത്രം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം മൂത്തതിന് ശേഷം കറിയിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഇത്രമാത്രം ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു മുട്ടക്കറി ഇവിടെ തയ്യാറാണ്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം ഉപയോഗിക്കാം. അധികം സ്പൈസി ഇല്ല, കുട്ടികൾക്കും ഒക്കെ മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷ് കൂടിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വിൽ മീറ്റ് വിത്ത് അനദർ വീഡിയോ സൂൺ.